കല്ലുപാറ എലിപ്പാറ കളക്കമള മേക്കിങ്ങള എല്ലാ ഭാഗം ഈ വെള്ളം കുടിക്കുന്നവരാണ്. മനസ്സിലായി കാര്യം വരില്ല. എലിപ്പാറ ലക്ഷക്കോടിക്കാർക്കിനെ GI പൈപ്പ് ഇടാൻ സാധ്യതയുണ്ടോ? എപ്പോൾ ആകും? തെളിവ് വേണ്ട സാർ, തെളിവില്ല സാറേ, തെളിവ് വേണം. ഈ പൈപ്പ് ഈ സാർ പറഞ്ഞു യോജിക്കുന്നു. ഈ വെള്ളം ഇല്ലാണ്ടാവുമ്പോ ഈ കുട്ടീനെ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് നോക്കിയത്. വേറെ നിങ്ങളുടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോസിബിൾ അല്ല. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ GI ഉണ്ടാണെങ്കിൽ നമ്മൾ അത് രണ്ടിലും നമ്മൾ ഇമീഡിയറ്റ് ചെയ്യും. വടകരപതിയിൽ ജനരോഷം ഇരമ്പി. അഹല്യ അണ്ടർഗ്രൗണ്ട് റോഡ് നിർമ്മാണത്തെ ചൊല്ലി വൻ പ്രതിഷേധം വടകരപതി. അഹല്യ അണ്ടർഗ്രൗണ്ട് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തിയതിൽ രോഷാകുലരായി നാട്ടുകാർ. കുടിവെള്ള പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം അരങ്ങേറിയത്. താൽക്കാലിക തട്ടിക്കൂട്ട് പണികൾ ഇനി ഇവിടെ നടപ്പില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ജനങ്ങൾ തെരുവിലിറങ്ങിയത്. പൊതുമരാമത്ത് വകുപ്പ് EWD-മാരെ AE ഉപരോധിച്ചായിരുന്നു നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. ഉദ്യോഗസ്ഥരെ നേരിട്ട് തടഞ്ഞുവെച്ചതോടെ പ്രദേശത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. പ്രേംജിത്ത് വേലന്താവളത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം. സാമൂഹിക പ്രവർത്തകനായ പ്രേംജിത്ത് വേലന്താവളത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയും പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെയും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ശാശ്വതമായ പരിഹാരം കാണാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം കനത്തതോടെ ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് തയ്യാറായി. നിലവിൽ തകരാറിലായ PVC പൈപ്പുകൾക്ക് പകരം കൂടുതൽ ഈട് നിൽക്കുന്ന ഇരുമ്പ് പൈപ്പുകൾ, അയൺ പൈപ്സ് ഇട്ട് കുടിവെള്ള വിതരണം എത്രയും വേഗം പുനഃസ്ഥാപിക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് EPWD അധികൃതർ രേഖാമൂലം ഉറപ്പു നൽകി. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ ഈ ഉറപ്പിന്മേലാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായത്. എത്രയും വേഗം വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഇതിലും ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന മുന്നറിയിപ്പും നാട്ടുകാർ നൽകിയിട്ടുണ്ട്.